നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെയ്തു പോയ തെറ്റ് മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ ചെയ്തു പോയതെല്ലാം വന്ദനയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് വിശ്വസിച്ച് സ്വയം സമാധാനിക്കുകയാണ് പതിവ്. ഞാൻ പറഞ്ഞില്ലേ, വന്ദന എന്ന് എന്നെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു, അന്ന് മാത്രമേ മുറിയിൽ ഞാൻ വന്ദനയ്ക്കൊപ്പം കഴിയൂ. വന്ദന ആ വീട്ടിൽ നല്ലൊരു മരുമകളായി കഴിയാ. കുറുപ്പ് നല്ല മാന്യമായ പെരുമാറ്റമായിരുന്നു. ആണോ? അച്ഛൻ കള്ളം പറയാ അച്ഛമ്മേ. അച്ഛനെയും വന്ദനമ്മേനെയും ഒരുപാട് വഴക്ക് പറഞ്ഞു. ദിയമോൾക്ക് സങ്കടം വന്നു. താൻ അതൊന്നും കാര്യമാക്കണ്ടെന്നേ. കുറുപ്പിന്റെ മനസ്സിൽ സങ്കടം കൊണ്ട് അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിനെ അങ്ങനെ കണ്ടാ മതി. ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ ബന്ധം ഒരിക്കലും ചേരില്ല. അപ്പൊ ഓരോരുത്തര് ജഗനെ മരുമകനായിട്ട് അംഗീകരിച്ചു എന്നങ്ങോട്ട് പ്രഖ്യാപിക്കല്ലായിരുന്നോ? അനുഭവിച്ചോ? ജഗനെ രാഷ്ട്രീയക്കാരനാ, അവൻ നാളെ കാലും മാറില്ലെന്ന് ആരാ കണ്ടത്? ദേ, ഇവനെ കളഞ്ഞിട്ടേ കുറുപ്പിന്റെ മോള് പോയതുപോലെ ജഗനും ഒരു ദിവസം വന്ദനെ കളയും. കുറുപ്പിന്റെ രക്തമാണവൻ. അന്ന് കരഞ്ഞും വിളിച്ച് നടന്നിട്ടേ ഒരു കാര്യം ഉണ്ടാവില്ല. അവൻ അവളെ കല്യാണം കഴിച്ചേനെ നമ്മുടെ പക്കല് തെളിവില്ലെന്നുള്ളത് ഓർമ്മ വേണം. പ്രകാശ, എന്ത് പ്രകാശൻ? വേണമെങ്കിൽ പോയി മോളെ കൂട്ടിക്കൊണ്ടുവാ. അല്ലെങ്കിൽ ഇതുപോലെ അച്ഛനില്ലാത്ത ഒന്നിനെ കൂടി ചുമക്കേണ്ടി വരും വയസ്സുകാലത്ത് നിങ്ങൾക്ക്. അടിച്ചു നിന്റെ കരണം പൊളിക്കാത്തതേ നീ കെട്ടി ഇവിടെ ഓർത്തിട്ട. നീ ഇപ്പൊ ഞങ്ങൾക്ക് തരാത്ത കരുതലും സ്നേഹവും ഒക്കെ ഇവള് ഞങ്ങൾക്ക് തരുന്നുണ്ട്. എത്ര വൃത്തികെട്ടവനാണെങ്കിലും താലി കെട്ടി അവളുടെ ഭർത്താവിന് അടികൊള്ളുന്നതേ ഏതൊരു ഭാര്യയ്ക്കും സഹിക്കില്ല. ചന്ദ്രു, വേണ്ട. അതെ, ഞാൻ പറയുന്നത് ആർക്കും ഇഷ്ടാവില്ല. എന്നാലേ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കടിക്കുമെന്ന് വിചാരിച്ചപ്പോ അത് കൂടുതൽ കൂടുതൽ വഷളാവുകയാണല്ലോ ദൈവമേ. എന്നാ നിന്റെ അമ്മയച്ചനെ ഞാൻ പൊന്നാടെ അണിച്ച് ആദരിച്ചകത്തോട്ട് കയറ്റിയിരുത്തണോ? ഓ, സംബന്ധക്കാരനല്ലേ? അകത്തിരുത്തി അമൃതത്വം കൊടുത്ത് പള്ളിയുറക്കവും കഴിച്ചുവിടാം. അതാ നല്ലത്. വന്ദനയ്ക്ക് ഇവിടെ ഏൽക്കേണ്ടി വരുന്ന കുത്തുവാക്കുകളും അപമാനങ്ങളും ഒന്നും മനസ്സിലാഞ്ഞിട്ടല്ല. എനിക്കിപ്പോ വേണ്ട. ഇവിടെ അനുഭവിക്കുന്നതൊക്കെ എല്ലാവരും പറയുന്നത് പോലെ ശാപം കിട്ടിയ എന്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കോളാം. പക്ഷെ എന്റെ പാവ അച്ഛനും അമ്മയെ അപമാനിച്ച എനിക്ക് സഹിക്കില്ല. ഒരു ജന്മം മുഴുവൻ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചയാളാ എന്റെ അച്ഛൻ.
വന്ദനെ, ഇനി അത് ഉണ്ടാവില്ല. ഉണ്ടാവരുത്. ഉണ്ടായ എന്നെ നിയന്ത്രിച്ചു നിർത്താൻ എനിക്ക് തന്നെ കഴിഞ്ഞൊന്നും വരില്ല. വന്ദന, ഇവിടെ ഇരിക്കാതെ റൂമിലേക്ക് ചെല്ല്. വേണ്ട. ആ മുറിയിൽ ഇരിക്കുമ്പോ തന്നെ എനിക്ക് ശ്വാസം മുട്ടും. എന്നിലെ ജീവശ്വാസമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പോലെ. നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയിരുന്നോ. എനിക്കിവിടെ അല്പനേരം തനിച്ചിരിക്കണം. ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് എനിക്കറിയാം. ഒരു പെണ്ണിനോടും ഒരാളും ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ഇത് പറഞ്ഞ് പലപ്പോഴും വന്ദനോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുള്ളതോ. ചെയ്തു പോയ തെറ്റ് മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ ചെയ്തു പോയതെല്ലാം വന്ദനയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് വിശ്വസിച്ച് സ്വയം സമാധാനിക്കാണ് പതിവ്. ഞാൻ പറഞ്ഞില്ലേ, വന്ദന എന്ന് എന്നെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു, അന്ന് മാത്രമേ മുറിയിൽ ഞാൻ വന്ദനിക്കപ്പോൾ കഴിയൂ. ഇത് വിശ്വസിക്കാം. ദേവി, മഹാമായേ, എല്ലാം അറിയുന്നവളാണല്ലോ നീ. എന്റെ വന്ദനമോളുടെ ജീവിതം ഇനിയും പരീക്ഷിക്കല്ലേ. ആരെയും ഒന്ന് നുള്ളി നോവിക്ക പോലും ചെയ്യാത്തവളാ എന്റെ മോള്. അവൾക്ക് ഇന്ന് ഈ ഗതി വന്നിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചതിയിലൂടെ മറ്റൊരാളുടെ ഭാര്യയായവളാ വന്ദന. അവളെ നീ കാത്തോളേ അമ്മേ. വന്ദന, ചതയ നക്ഷത്രം. ക്ഷേത്രത്തിന് പുറത്ത് ദിവ്യനായ ഒരു സ്വാമിജിയുണ്ട്. പോകുമ്പോ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോണം. ശരി ദേവേനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.